നിപ ബാധ സ്ഥിരീകരിച്ച മലപ്പുറത്ത് നിയന്ത്രണം കടുപ്പിച്ചു. മലപ്പുറത്ത് മാസ്ക് നിർബന്ധമാക്കി. വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 10 മുതൽ 7 വരെ മാത്രമേ പ്രവർത്തിക്കാവൂ. കല്യാണം, മരണം, മറ്റ് ആഘോഷങ്ങൾ എന്നിവയിലും കൂടിച്ചേരലുകൾ പരമാവധി കുറയ്ക്കണം. സാമൂഹിക അകലം പാലിക്കണം. തിരുവാലി, മമ്പാട് പഞ്ചായത്തുകളിലെ 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കിയിട്ടുണ്ട്. ഇവിടെയും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ്. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. മുബഷിർ, മാസ്ക് നിർബന്ധമാക്കിക്കൊണ്ട് എന്തൊക്കെ നിയന്ത്രണങ്ങൾ അവിടെ ഇപ്പോൾ കൂടുതലായി ഏർപ്പെടുത്തിയിട്ടുണ്ട്? ജയപാർവതി, നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിരിക്കുന്ന മമ്പാട്, തിരുവാലി പഞ്ചായത്തുകളിലെ 5 വാർഡുകളിലാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗത്തിലാണ്, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഈ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. അതിലൊന്ന്, പൊതുജനങ്ങൾ ഈ ഒരു മേഖലയിലൊന്നും തന്നെ, അതായത് മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡും തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകൾ എന്നീ മേഖലകളിൽ അനാവശ്യമായി കൂട്ടം കൂടി നിൽക്കാൻ പാടുള്ളതല്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശം, വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 10 മുതൽ പ്രവർത്തനം ആരംഭിച്ച് 7 മണിയോട് കൂടെ തന്നെ അടക്കണമെന്നുള്ളതാണ്. മറ്റു തരത്തിലുള്ള സമയങ്ങളിലേക്കൊന്നും തന്നെ കടക്കരുത്. പാൽ, പത്രം, പച്ചക്കറി എന്നിവയ്ക്ക് രാവിലെ 6 മുതൽ പ്രവർത്തിക്കാവുന്നതാണ്. മെഡിക്കൽ സ്റ്റോറുകൾക്ക് ഈ നിയന്ത്രണം ബാധകമല്ല എന്നുള്ളതാണ്. വിശേഷം മാസ്ക് ഒക്കെ തന്നെ നിർബന്ധമാക്കിയത് കൊണ്ട് മാസ്ക് ആ മേഖലയിലുള്ള ആളുകൾ നിർബന്ധമായും ധരിക്കണം. മലപ്പുറം ജില്ലയിൽ ഉടനീളം ജനങ്ങൾ കൂട്ടം കൂടുന്ന പരിപാടികളൊക്കെ തന്നെയുണ്ടെങ്കിൽ മാസ്ക് നിർബന്ധമായി ധരിക്കണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശമായി നൽകുന്നുണ്ട്. സിനിമാ തിയേറ്ററുകൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല എന്നൊരു സുപ്രധാനപ്പെട്ട ഒരു നിർദ്ദേശവും മുന്നോട്ട് വെക്കുന്നുണ്ട്. സ്കൂളുകൾ, കോളേജുകൾ, മദ്രസുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവ പ്രവർത്തിപ്പിക്കുവാൻ പാടുള്ളതല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു മേഖലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ മലപ്പുറം ജില്ലയിൽ പൊതു നിയന്ത്രണങ്ങളായിട്ടും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ കൂട്ടം കൂടുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ്. വിശേഷം ഇന്ന് നബിദിനം പോലെയുള്ള പരിപാടികൾ വിവിധയിടങ്ങളിൽ നടക്കുന്നുണ്ട്. ഒരു കാരണവശാലും കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നബിദിനം നടത്തരുതെന്നൊരു അഭ്യർത്ഥന ജില്ലാ കളക്ടർ മുന്നോട്ട് വെച്ചിരുന്നു. അത് കൃത്യം അനുസരിച്ചുകൊണ്ട് തന്നെ മഹല്ലുകളും കൂട്ടായ്മകളൊക്കെ തന്നെ നബിദിന പരിപാടികൾ ആ ഒരു മേഖലയിൽ നിന്നും മാറ്റിവെച്ചിട്ടുണ്ട്. സമാനമായ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉൾപ്പെടുന്ന മേഖലയിൽ ഉണ്ടാകരുതെന്നൊരു നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. പൊതുജനങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്തും യാത്രകളിലും മറ്റ് കൂടിച്ചേരലുകളിലും നിർബന്ധമായും മാസ്ക് ധരിക്കണം. ഇത് മലപ്പുറം ജില്ലയിൽ മൊത്തമായിട്ടുള്ള പൊതുവായിട്ടുള്ളൊരു നിർദ്ദേശമാണ്. ജില്ലയിൽ ഉടനീളം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മേഖലയിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ, മത സാമുദായിക സംഘടനകൾ, കുടുംബ സംഗമങ്ങൾ, അത്തരത്തിലുള്ള പരിപാടികളൊക്കെ തന്നെയുണ്ടെങ്കിൽ മാസ്ക് നിർബന്ധമായും അവിടെയുള്ള ആളുകൾ ധരിക്കണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് പറയുന്നത്. കല്യാണം, മരണം, മറ്റ് ആഘോഷങ്ങൾ എന്നിവയിലും കൂടിച്ചേരലുകൾ പരമാവധി കുറക്കണം. കൂടാതെ സാമൂഹ്യ അകലം പാലിക്കേണ്ടതാണ്. നമുക്കറിയാം, നിപ്പ നേരത്തെ ഉണ്ടായിരുന്ന സമയത്തും സമാനമായുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞിരുന്നത്. ആ രീതിയിൽ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആളുകൾ സഹകരിക്കണമെന്നുള്ളതാണ്. കൂടാതെ പനി, മറ്റു രോഗലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് സ്വയം ചികിത്സിക്കാൻ തയ്യാറാകരുത്. ഒരു രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഉപദേശം കൃത്യമായും തേടണം. ഒന്നുകിൽ തൊട്ടടുത്ത ആശുപത്രിയിൽ ചികിത്സ തേടണം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഓഫീസർമാരെ വിവരം അറിയിക്കണമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷികൾ, വവ്വാലുകൾ, മറ്റു ജീവികൾ കടിച്ചതോ ഫലവൃക്ഷങ്ങളിൽ നിന്നും താഴെ വീണ് കിടക്കുന്നതോ ആയ പഴങ്ങൾ യാതൊരു കാരണവശാലും കഴിക്കാൻ പാടുള്ളതല്ല. കൂടാതെ പഴം, പച്ചക്കറികൾ എന്നിവ നന്നായി കഴുകിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമുണ്ട്. കാരണം 2 മാസം മുൻപ് മലപ്പുറം ചെമ്പ്രശ്ശേരിയിലെ 14-കാരൻ നിപ്പ ബാധിച്ച് മരിച്ചത് നമുക്ക് മുൻപിലുണ്ട്. അത്തരത്തിൽ ഒരു പക്ഷി കഴിച്ച പഴം കഴിച്ചതിനെ തുടർന്നാണ് നിപ്പയുണ്ടായതെന്നുള്ളതായിരുന്നു പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമായതുകൊണ്ട് തന്നെ ആളുകൾ അത് കൃത്യമായി പാലിക്കണമെന്നും ജില്ലാ കളക്ടർ പറയുന്നുണ്ട്. പനി, ഛർദി, മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്ന പക്ഷം രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഉപദേശം തേടേണ്ടതും ഇവ പകരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചറിയിക്കണമെന്നും നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൃത്യമായും പാലിക്കേണ്ടതാണ്. പ്രേക്ഷകരും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്, മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ. കാരണം 2 മാസം മുൻപ് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള മേഖലയിലായിരുന്നു നിപ്പ സ്ഥിരീകരിച്ചിരുന്നത്. അതിൻ്റെ ഉറവിടം പരിശോധിച്ച സമയത്ത് ഈ നിലയിൽ പഴങ്ങളിൽ നിന്ന് പക്ഷികൾ കടിച്ച, വവ്വാലുകൾ കടിച്ച പഴങ്ങളിൽ നിന്നാണെന്ന് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പഴവർഗ്ഗങ്ങളൊക്കെ തന്നെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊരു നിർദ്ദേശം ഇതിൽ പ്രധാനമായും പാലിക്കേണ്ടതാണ്. എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെ ജാഗ്രതാ നിലയിൽ തന്നെ തുടരുന്നുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പക്ഷേ ഇന്നോ നാളെയായിട്ട് മലപ്പുറം ജില്ലയിൽ എത്തിച്ചേരും. നിലവിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നും ഈ നടുവത്ത് ഭാഗത്തുൾപ്പെടെ നേരിട്ടെത്തിക്കൊണ്ടുള്ള ഒരു പരിശോധന നടത്തും. അവിടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തി തുടർച്ചയായിട്ടുള്ള യോഗങ്ങൾ നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ അവരെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. കൂടാതെ 150 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യുവാവ് ആദ്യഘട്ടത്തിൽ മഞ്ഞപ്പിത്തമായിട്ടായിരുന്നു നാട്ടിലേക്ക് വന്നിരുന്നത്. തുടർന്ന് രോഗം മാറിയതിനു ശേഷം തിരിച്ചുപോയി. പിന്നീട് കാലിനൊരു പരിക്ക് സംഭവിച്ച് നാട്ടിലേക്ക് എത്തിയ സമയത്ത് പനി ബാധിച്ചു. ഈ പനി മൂർച്ഛിച്ച ഘട്ടത്തിലായിരുന്നു നടുവത്തൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഈ നിലയിൽ 4 സ്വകാര്യ ആശുപത്രികൾ യുവാവ് ചികിത്സ തേടിയിരുന്നു. ഈ ഒരു മേഖലയിലൂടെയുള്ള റൂട്ട് മാപ്പ് തയ്യാറാക്കി വരികയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ യുവാവിൻ്റെ റൂട്ട് മാപ്പിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
ഇതിൽ ഉൾപ്പെട്ട 2 പേർക്കാണ് നിലവിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ സ്രവങ്ങൾ പരിശോധനയ്ക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ആവർത്തിച്ച് പറയേണ്ടി വരും, ആശങ്കപ്പെടേണ്ട ഒരു തരത്തിലുള്ള ആശങ്ക വേണ്ട, ജാഗ്രത മതി. നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായാണ്. വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള നിയന്ത്രണമടക്കം മാസ്ക് നിർബന്ധമാക്കിയതടക്കം ജാഗ്രതയുടെ ഭാഗമാണ്. മലപ്പുറത്ത് ആകെ ഭീതി പടർത്താൻ ആരും ശ്രമിക്കരുത് എന്നുകൂടി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. കണ്ടെയ്ൻമെന്റ് സോണുകളിലടക്കം നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായി സഹകരിക്കുക, ആശങ്കപ്പെടുത്തരുത്. ജാഗ്രതയോടുകൂടി നമുക്ക് ഈ നിപ കാലത്തെയും അതിജീവിക്കാം. മുബഷിർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.